എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം. സ്വർണ്ണവില ഇന്ന് രാവിലെ വലിയ രീതിയിൽ മീൻസ് ഒരു വലിയ സംഖ്യ, ഒരു കുഴപ്പമില്ലാത്ത സംഖ്യ ഇന്ന് രാവിലെ കുറഞ്ഞു, എല്ലാവർക്കും അറിയാമല്ലോ. ഇനി സ്വർണ്ണവില കുറയുമോ അതോ കൂടുമോ എന്നാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ തകർച്ച നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സമയത്ത്. നമ്മൾ നേരത്തെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ, ഇൻ്റർനാഷണൽ കാര്യങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. US സെൻകോം ചീഫ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ പ്രതിനിധികളോടും ഇറാൻ്റെയും ലെബനോൻ്റെയും അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു ആശ്വാസ വാക്ക് ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ബേസിൽ അതുണ്ടായിട്ടുണ്ട്. എങ്കിൽ കൂടിയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ പഴയ പോലെ ഭയങ്കരമായ രീതിയിൽ ഇസ്രായേൽ ലെബനോനിൽ അറ്റാക്ക് ചെയ്യുന്നു, ഗാസയിൽ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ അതൊക്കെ ആക്രമണങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. പ്രശ്നങ്ങളൊന്നും എന്തായിട്ടില്ല, സോൾവ് ആയിട്ടില്ല. ഹിസ്ബുള്ളയുടെ അറ്റാക്ക് ഇങ്ങോട്ടും വരുന്നുണ്ട്, അപ്പോൾ ഇസ്രായേലിലേക്കും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയാണ് അതുള്ളത്, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്. ഓക്കെ, ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലേറ്റസ്റ്റ് 1,50,000 എന്ന് പ്രതീക്ഷിച്ചത്, അത് 1.5 ലക്ഷം ജോബ് പ്രതീക്ഷിച്ചത് 2,54,000 നോൺ ഫാം പവറുകളുടെ ആയിട്ട് ലേറ്റസ്റ്റ് ഡാറ്റ വന്നത്. അതായത് സ്ട്രോങ് ആണ് US എക്കണോമി എന്നാണ് കണ്ടിട്ടുള്ളത് ആ ഒരു ആംഗിളിൽ. അതുകൊണ്ട് തന്നെ റേറ്റ് കട്ടിനുള്ള വലിയ രീതിയിലുള്ള റേറ്റ് കട്ട് എപ്പോഴും ഗോൾഡ് പ്രൈസിനെ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ട് പോകും. കാരണം നോൺ ഈൽഡിങ് അസറ്റ് ആണല്ലോ ഗോൾഡ്. സോ റേറ്റ് കട്ടിൽ ലോ ഇൻട്രസ്റ്റ് റേറ്റ് ഗോൾഡ് നല്ല രീതിയിൽ ഔട്ട് പെർഫോം ചെയ്യും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 50 ബേസിസ് പോയിൻറ്റിൻ്റെ റേറ്റ് കട്ടാണ് നടത്തിയത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് മന്തിൽ എന്തുണ്ട്, റേറ്റ് കട്ട് തീരുമാനം എടുക്കും. അപ്പോൾ അത് 0.25% റേറ്റ് കട്ടാണ്. 95%, ചില ആൾക്കാർ 100% പോലും പറയുന്നുണ്ട്. അപ്പോൾ 0.25% റേറ്റ് കട്ടാണ് ഇപ്പോൾ കരുതുന്നുള്ളൂ, 95%. അതായത് വലിയ രീതിയിലുള്ള, അതായത് US എക്കണോമി അത്രയും സ്ട്രോങ് ആണ്, ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്ന ഡേറ്റ അങ്ങനെയാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് 0.25% റേറ്റ് കട്ടേ നടത്തിയേക്കുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഉള്ളത്. പക്ഷേ ഈ ആഴ്ച തന്നെ വളരെ പ്രധാനപ്പെട്ട, നമ്മളെപ്പോഴും നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. US കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ, US CPI ഡാറ്റ തേഴ്സ്ഡേ വരാനുണ്ട്. ബുധനാഴ്ച FOMC മിനിറ്റ്സ് റിലീസ് ചെയ്യാനുണ്ട്. എന്തായാലും തേഴ്സ്ഡേ വ്യാഴാഴ്ച കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ വരാനുണ്ട്. അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ ഫ്രൈഡേയും. അപ്പോൾ ഈ വെള്ളിയാഴ്ച പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ വരും. അപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ വ്യാഴാഴ്ച വരുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉള്ള 0.25% റേറ്റ് കട്ട് എന്ന് പറയുന്ന സാധനം, അത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ എക്സ്പെക്റ്റേഷന് വിരുദ്ധമായി വരുമ്പോൾ അതിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും. കഴിഞ്ഞ പ്രാവശ്യം തന്നെ 0.25% ലാസ്റ്റ് വന്നു, പിന്നീട് അങ്ങോട്ട് അവസാനത്തെ സമയങ്ങളിലൊക്കെ 0.5% റേറ്റ് കട്ടായി. അപ്പോൾ ആ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ വരുമ്പോൾ ഇപ്പോൾ വരുന്ന കാര്യങ്ങൾക്കൊക്കെ നേരെ വിപരീതമായി ഇൻഫ്ലേഷൻ ഡാറ്റ വരുമ്പോൾ ചിലപ്പം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഈ ആഴ്ചയാണ് വരാനുള്ളത്, അതായത് വ്യാഴാഴ്ച വരാനുള്ളത്. വ്യാഴാഴ്ച അത്രയാവും ഇന്ത്യയിൽ എത്താൻ. അപ്പോൾ ആ ഒരു സമയം എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഇപ്പോഴും വലിയ രീതിയിൽ തന്നെ പ്രശ്നങ്ങളായിട്ട് തന്നെ തുടരുന്നുണ്ട്. അത് വളരെയധികം ഖേദകരമായിട്ടുള്ള കാര്യം. എത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് പ്രോബ്ലംസ് എല്ലാം സോൾവ് ആയിട്ട് വരട്ടെ എന്ന് പറയുന്നു. അത് പറഞ്ഞിട്ടാണ് ഇന്ത്യയിൽ പറയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തായാലും സമാധാന കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ ഒരു പ്രോബ്ലംസും വന്നിട്ടില്ല. അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, സമാധാനത്തിലേക്ക് വരട്ടെ എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഗോൾഡ് ഉള്ളത് ഇപ്പോൾ ഉള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് രാവിലെ 160 രൂപ കുറഞ്ഞ് ഗ്രാമിന് 7,100, പവന് 56,800 ആയിട്ടുള്ളത്. അപ്പോൾ ഗോൾഡ് നാളെ ഒരു 80 രൂപ കുറഞ്ഞേക്കാവുന്ന നിലയാണ് ഇപ്പോൾ ഉള്ളത്. സ്ലൈറ്റ് നെഗറ്റീവ്നെസ് ഉണ്ട്, ബട്ട് ഹയർ ലെവലിലാണല്ലോ ഉള്ളത്. ഗോൾഡ് 2,640 ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവില ഇപ്പോഴും ഉള്ളത്. 2,685 ഓൾ ടൈം ഹൈ. അപ്പോൾ അതിൻ്റെ അടുത്താണ് ഗോൾഡ് കൺസോൾട്ടേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ബോണ്ട് ഈൽഡ് വലിയ രീതിയിൽ ഉയർച്ച ബോണ്ട് ഈൽഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ കാര്യത്തിന് ശേഷം തന്നെയാണ് ഇനി 0.25% റേറ്റ് കട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ധാരണകളിലാണ് ബോണ്ട് ഈൽഡിന്. അതുപോലെ ഡോളർ സ്ട്രെങ്തനിങ്ങും നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹെവി ഡിമാൻഡ്, ഈ സേഫ് ഹെവൻ ഡിമാൻഡ് ഈ സമയത്ത്, ഈ അണ്ടർ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ സമയത്ത് ഉണ്ടായിട്ട് പോലും ഗോൾഡ് സ്ലൈറ്റ് ഒന്ന് താഴേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, കൺസ്യൂമർ ബിസിനസ് ഡേറ്റ വരുന്ന ആഴ്ചകളിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, 80% ഇന്ത്യയിൽ എത്രയോ വർഷങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ 80% കേസുകൾ ഓൾമോസ്റ്റ് ഒരു ഇത് പറയാം കേട്ടോ, ആവറേജ് കൺസ്യൂമർ ബിസിനസ് ഡേറ്റ വരുന്ന ആഴ്ചയിൽ സ്വർണ്ണവില കുതിച്ചുയർന്നിട്ടേ ഉള്ളൂ. ഇൻഫ്ലേഷൻ ഡേറ്റ വന്ന ആ ഒരു മെയിൻ ആ ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ ആ 48 മണിക്കൂറിൻ്റെ ഉള്ളിലെങ്കിൽ കുതിച്ചുയരലുണ്ട്. ഓക്കെ, പക്ഷേ ഹയർ ലെവലിലാണ് ഗോൾഡ്. വളരെയധികം ജാഗ്രതയോടെ ആയിരിക്കും എല്ലാവരും, പക്ഷേ ഉയരാൻ തന്നെയാണ് ഗോൾഡ് സാധ്യത. അപ്പോൾ ഗോൾഡ് ഇപ്പോൾ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ 50
ഞാൻ തന്നെ ഓർക്കാണ് ഇത് ചിരിക്കാനിപ്പോൾ പേടിയാണ്. ചിരി നല്ലൊരു ആയുധമായിട്ട്. അപ്പോൾ 56,800 ആണല്ലോ ഇപ്പോൾ ഉള്ള സ്വർണ്ണവില. 56,800 ഗ്രാമിന് 1,700. അപ്പോൾ ഇന്ന് 160 രൂപ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 56,800 എന്നുള്ള ഈ ആഴ്ച 57,000 കുതിക്കാനുള്ള സാധ്യത വളരെ അധികം ഉണ്ട് എന്നാണ് ഇന്ത്യയിൽ പറയാനുള്ളത്. നാളെ 50 രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് നെഗറ്റീവ് ടെറിട്ടറിയിലൂടെ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടിയും. ഓക്കെ, എന്തായാലും ലോങ് ടൈമിലേക്ക് ഗോൾഡ് വലിയ നമ്പറിലേക്കാണ് പോകുന്നത്. ഷോർട്ട് ടൈമിൽ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് എങ്ങനെ വരുന്നു എന്നുള്ളത് അനുസൃതമായിട്ടാണ്. അതിൽ ഒരു അയവ് വരാതെ ഗോൾഡ് തകർന്നടിയുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഇന്ത്യയിലെ വീഡിയോസ് കാണാനിട്ട് പഴയ വീഡിയോകളൊക്കെ തപ്പി പിടിച്ച ആളുകൾ കാണുന്നത് പോലെ തോന്നി. ഇന്ത്യയിൽ വീഡിയോ ഇന്ത്യയിൽ ചെയ്യലില്ല അങ്ങനെ കുറേ, അതുകൊണ്ടായിരിക്കാം പഴയ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഇന്ത്യയിൽ ജസ്റ്റ് സബ്സ്ക്രൈബേഴ്സിനെ നിരാശപ്പെടുത്തേണ്ട എന്ന് കരുതി ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.